വാവ് ചേച്ചി, ചേച്ചി എപ്പോഴും ഇങ്ങനെയുള്ള ഹോട്ടൽസിലൊക്കെയാണോ സ്റ്റേ ചെയ്യുന്നത്? നിന്റെ മമ്മിയുടെ അനിത്യം എന്താ പറഞ്ഞ് എനിക്ക് ചെറുക്കം പോയിട്ട് ഒരു കോന്നരം കിട്ടാൻ പോകുന്നില്ല. ബ്രോ 5 സ്റ്റാർ ഹോട്ടൽ കുറച്ച് ഒന്നിലും എന്റെ ഹസ്ബൻഡിനെ സ്റ്റേ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ആ മേഴ്സി ആൻറ്റി കണ്ടില്ല, ഒരു കാർ വാങ്ങിയെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പ് ഷോ കാണിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് എനിക്ക് മൂഡ് സ്വിംഗ് വന്നപ്പോ എന്റെ മൂഡ് ചിയർ അപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങി തന്നതാ ഈ പ്രീമിയം കാർ. ഞാൻ ആരോടെങ്കിലും ഷോ ഓഫ് ചെയ്തോ? ഇല്ല. അയ്യോ ചേച്ചി, എന്റെ ഫോൺ ഓഫ് ആവും. കേബിൾ ഒന്ന് തരൂ. നീ ഇപ്പോഴും കേബിൾ കൊണ്ടാണോ ചാർജ് ചെയ്യുന്നത്? ഇത് നമ്മുടെ അമ്മച്ചുമാടെ കാലം ഒന്നുമല്ല ബ്രോ. ഈ ഫോൺ ഇവിടെ വെച്ചോ, തന്നെ ചാർജ് ആയിക്കോളും. വയർലെസ് ചാർജിങ് ആ ബ്രോ. സത്യം പറഞ്ഞ AC-യിൽ ഇരുന്നിരുന്ന് മടുത്തു. ഇതിലും കണ്ടില്ലേ വെന്റിലേറ്റഡ് സീറ്റ്സാ. ഹേ ടാറ്റ, ഓപ്പൺ ദ സൺറൂഫ്. കുറച്ച് ശുദ്ധമായി വിട്ടിട്ടെ, മടുത്തു. ചേച്ചി, ഇത് കൊറേ ടൈം എടുക്കോ ഇനി? ഇല്ലടാ, ഇതൊരു 15 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ യൂഫോറിയുടെ ഒരു എപ്പിസോഡ് കണ്ടു തുടങ്ങട്ടെ. ഹേടാ, നീ എന്തിനാ ഫോണിലിരുന്ന് കാണുന്നേ? അതും ഇത്ര വലിയ സ്ക്രീൻ ഉള്ളപ്പോ. ഇത് നോക്കിക്കേ, ഇത് കണ്ടോ? നീ സ്വസ്ഥമായി ചിൽ ചെയ്തിരുന്ന് കണ്ടോ? ചേച്ചി, നമുക്ക് ചായ കുടിച്ചാലോ? നീ എപ്പോഴും 8 ഗ്ലാസ് ചായയോടെ കുടിക്കുന്നേ. ഈ മാച്ച ട്രൈ ചെയ്ത് നോക്കിക്കേ. എന്റെ ഹസ്ബൻഡ് മാച്ച കുടിച്ച് എനിക്ക് ഇപ്പൊ മാച്ച കുടിക്കുന്നത് ശീലമായി. എടാ, ആ ഗ്ലൗ ബോക്സ് ഒന്ന് തുറന്നേ. അന്നാത്തില്ലേ എന്റെ മദറിലെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഷുഗർ ഫ്രീ കുക്കീസ് ഉണ്ട്. എടാ, നീ എന്താ ഇതെല്ലാം കൂടി പുറകെ കൊണ്ട് വെക്കുന്നേ? ഇങ്ങോട്ട്. ഇത്ര ബൂട്ട് സ്പേസ് ഉള്ളപ്പോഴോ? ഇതെല്ലാം ഇതിന്റെ അകത്ത് ആറാംസെ വന്നോളും. എന്റെ ഹസ്ബൻഡ് എന്റെ ഷോപ്പിംഗ് ഹാബിറ്റ്സ് അറിയാതെ കൊണ്ട് ഇത്ര വലിയ ബൂട്ട് സ്പേസ് ഉള്ള വണ്ടി തന്നെ.